ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പെയറിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. HSA ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ആദ്യം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി പ്രൊവൈഡിങ് ഫ്രീ ലീഗൽ എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്ന് പറയുന്നത് ശരിയാണ്. സൗജന്യമായിട്ട് നിയമസഹായവും ഉപദേശവും നൽകുന്നതാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. ദെൻ സ്പ്രെഡിങ് ലീഗൽ അവയർനെസ്, നിയമപരമായിട്ടുള്ള ഒരു അവബോധം പ്രചരിപ്പിക്കുക നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു ദൗത്യമാണ് എന്ന് പറയുന്നതും ശരിയാണ്. ദെൻ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ടു വിക്ടിംസ് ഓഫ് ക്രൈം, അതുപോലെ തന്നെ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ടു വിക്ടിംസ് ഓഫ് ക്രൈംസ്, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈമിൻ്റെ വിക്ടിംസിന് കോമ്പൻസേഷൻ നൽകുക, ഒരു നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രത്യേകതയാണ് കേട്ടോ, പ്രത്യേകതയാണ്. ദെൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ പ്രൊവൈഡിങ് ഫ്രീ ലീഗൽ എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അല്ല കേട്ടോ, മൈനോറിറ്റീസിനാണ്. അല്ലെങ്കിൽ മൈനോറിറ്റീസ് എന്ന് പറയുന്നതിനേക്കാൾ വീക്കർ സെക്ഷൻ, ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് സൗജന്യമായിട്ട് നിയമോപദേശം നൽകുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. എന്തായാലും PSC പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിട്ടുള്ള ആൻസർ ഓപ്ഷൻ D ആണ്. 1, 2, 3 ശരി തന്നെയാണ് എന്നാണ് PSC പറയുന്നത്. അപ്പോൾ സൗജന്യം എല്ലാവർക്കും സൗജന്യമല്ല, വീക്കർ സെക്ഷൻസിനാണ് സൗജന്യം എന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വരുന്നുണ്ട് അല്ലേ. ഹു ഈസ് എലിജിബിൾ ഫോർ ഫ്രീ ലീഗൽ സർവീസസ് അണ്ടർ ലീഗൽ സർവീസ് അതോറിറ്റി? ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ ആർക്കൊക്കെയാണ് സൗജന്യമായിട്ട് നിയമ ഉപദേശങ്ങൾ ലഭിക്കുന്നത്? വിമൻ ആൻഡ് ചിൽഡ്രൻ, കുട്ടികൾക്കും സ്ത്രീകൾക്കും കിട്ടാറുണ്ട്. ദെൻ മെമ്പേഴ്സ് ഓഫ് സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്, പട്ടിക ജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു വീക്കർ സെക്ഷനാണ് കിട്ടുന്നത് അല്ലേ, ദൗർബല അല്ലെങ്കിൽ ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് കിട്ടുന്നത്. സോ 3 തെറ്റാണ്, 1, 2 മാത്രമാണ് ശരി. 1, 2 എന്നിവയാണ് ശരി. സോ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ് എബൌട്ട് 40 സെക്കൻഡ് കേട്ടോ. 40 സെക്കൻഡ് 42ാമത് അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതി. അത് നടക്കുന്നത് 1976 അപ്പോൾ 1976 42ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ പ്രിയാമ്പിളിൽ അഥവാ നമ്മുടെ ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ് ഈ ഒരു ഭേദഗതിയിലൂടെ നടന്നിട്ടുള്ളത്. സോ എന്താണ് ആഡ് ചെയ്യുന്നത്? നമുക്കെല്ലാം അറിയാം, സെക്കുലർ സോഷ്യലിസ്റ്റ്, ഈ 2 പദങ്ങളാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. സെക്കുലറും സോഷ്യലിസ്റ്റ്, ഈ ഒരു 2 പദമാണ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എയിൽ വന്നിട്ടുള്ളത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വെയർ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. തെറ്റല്ലേ? തെറ്റാണ്. ദെൻ സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വെയർ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതും തെറ്റാണ്. സോവറിൻ സെക്കുലർ റിപ്പബ്ലിക് വെയർ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പം അതും തെറ്റല്ലേ? അതും തെറ്റാണ്. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ B ആണ് തന്നിട്ടുള്ളത്. 2, 3 മാത്രമാണ് തെറ്റെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്? സോഷ്യലിസ്റ്റും അതേപോലെ സെക്കുലർ, ഈ 2 ടേമാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. സോഷ്യലിസ്റ്റ്, സെക്കുലർ, മതേതരത്വ, സോഷ്യലിസ്റ്റ് രാജ്യം അല്ലേ. ഓൾറെഡി എന്തുണ്ടായിരുന്നു? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഇത് 3ഉം ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ B എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്നറിയില്ല. സോ ഉത്തരം ഇതിൽ 3ഉം തെറ്റാണ്, 3ഉം തെറ്റാണ്. ദെൻ 4ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതേപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി,
അങ്ങനെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ HSIകളിലും പഠിച്ചു വെക്കേണ്ട സംഗതിയാണ്. എല്ലാ PSC പരീക്ഷകൾക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ശരിയാണ് എന്നാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്, ശരിയാണ്. ഡോക്ടർ BR അംബേദ്കർ വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ ആണ്, അതും ശരിയാണ്. ഇനി പല ആളുകളും അത്ര ശ്രദ്ധയോടുകൂടി ഓർത്ത് വെക്കാത്തൊരു കാര്യമുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെറ്റ് ഫോർ 166 ഡേയ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഏകദേശം 166 ദിവസം മീറ്റിങ്സ് നടന്നിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ. ഇത് ഓർത്തിരിക്കുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ 166 ദിവസങ്ങളിൽ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അഥവാ എല്ലാം ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ പ്രൊവിഷൻസ് ഇന്ത്യ അഡാപ്റ്റഡ് ഫ്രോം അതർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്തൊക്കെ എവിടെ നിന്നൊക്കെ കടം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ രാജ്യം മാത്രമല്ല അല്ലേ, രാജ്യം മാത്രമല്ല അല്ലാതെ പല ഭാഗങ്ങളിൽ നിന്നും കടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തിൽ നിന്ന് ഏതൊക്കെ കടമെടുത്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ടും ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചു കണ്ടില്ലേ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് അറിയണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഭരണഘടനയിൽ നിന്നും ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രാഫ്റ്റിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം ഫ്രോം ബ്രിട്ടൻ. അഥവാ നമുക്ക് ഒരു എലക്ഷനിൽ കൃത്യമായിട്ടും ഇത്ര ശതമാനം വോട്ട് കിട്ടിയാൽ ജയിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്, ശരിയാണ്. ദെൻ ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ദെൻ ദ ഐഡിയ ഓഫ് റെസിഡ്യൂവൽ പവേഴ്സ് ഐറിഷിൽ നിന്നല്ല, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലേ, കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. സോ 3 തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരി. അഥവാ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 21? ആർട്ടിക്കിൾ 21 ആണ്, 21A അല്ല കേട്ടോ. ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശം, അതേപോലെ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 21. ശരിയാണ്. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമപ്രകാരമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയിലല്ലാതെ ഒരാളുടെ ജീവിക്കാനുള്ള അവൻ്റെ രീതികളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭംഗപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ അയൽവാസികൾ പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് ആർട്ടിക്കിൾ 21 പ്രകാരം കുറ്റം ചാർജ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 21 ഇത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ഐസ് ഓഫ് ലോ. അത് നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശമാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. പക്ഷെ അത് 21 ആർട്ടിക്കിൾ 14 അത് പറയുന്നത്. അപ്പോൾ 3 തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരി. 1ഉം 2ഉം ശരി. അഥവാ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 7ാമത്തെ ചോദ്യം വീണ്ടും ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ വളരെയധികം പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസൊക്കെ ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന. ശരി കേട്ടോ, ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 324 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ആൻ ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 324 പ്രകാരം ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമുക്കൊരു സ്വതന്ത്രമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ വേണമെന്നുള്ള കാര്യം പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 74(1) says there shall be a council of ministers with the prime minister at the head. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൂടി തലപ്പത്തുണ്ടാകണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 74(1) അതും ശരിയാണ്.
അതും ശരിയാണ്. സോ എന്നാൽ ആർട്ടിക്കിൾ 72 പറയുന്നത് എന്താണ്? സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് മണി ബിൽസ് ആണോ? അല്ല. ആർട്ടിക്കിൾ 72 പറയുന്നത് പ്രസിഡന്റിന് മാപ്പ് നൽകാനുള്ള അധികാരമുണ്ടല്ലോ. പ്രസിഡന്റിന് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. അപ്പോൾ പ്രസിഡൻസ് പവർ ടു പാർഡൺ, അതാണ് എന്തിൽ വരുന്നത്? ആർട്ടിക്കിൾ 72 വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്, 3 തെറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ശരിയല്ലേ? 1, 2 മാത്രം ശരി, അഥവാ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then എട്ടാമത്തെ ചോദ്യം, which of the following statements is or are correct regarding election commission? ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അത് എളുപ്പമായിട്ടുണ്ട് അല്ലേ? 2 ചോദ്യം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. സോ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ആൻ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്, ശരിയാണ്. The body administers election to the Lok Sabha, Rajya Sabha, local self-government bodies, etc. എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായേനെ. ലോക്സഭ, രാജ്യസഭ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ്, അതേപോലെ വൈസ് പ്രസിഡൻറ്റ്, ഇവരുടെ തിരഞ്ഞെടുപ്പ് എല്ലാം നടത്തുന്നത് ആര് തന്നെയാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. സോ ഇത് ഭാഗികമായിട്ടാണ് ശരി, പൂർണ്ണമായിട്ടും ശരിയല്ല. ശ്രീ രാജീവ് കുമാർ ഈസ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ്, അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 2 തെറ്റാണ്. പക്ഷെ 2 ഭാഗികമായിട്ടാണ് തെറ്റ് കേട്ടോ. 2ഉം ഭാഗികമായിട്ടാണ് തെറ്റ്. ഇവിടെ ഓൺലി ഒന്നും പറഞ്ഞിട്ടില്ല, എക്സെട്ര എന്നും പറഞ്ഞിട്ടില്ല. PSC ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആയിരുന്നു. ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. Which of the following statements are correct regarding the constitutional provisions of Public Service Commission? Public Service Commissionന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ആർട്ടിക്കിൾ 305 ആദ്യം തന്നെ പറയാം, എല്ലാം ശരിയാണ്. അപ്പോൾ എല്ലാം പഠിച്ചു വെക്കുക. അപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഭാഗമാണ് നമ്മുടെ കേരള PSC ഒക്കെ അല്ലേ? കേരള PSC, അതേപോലെ UPSC, സിവിൽ സർവീസ് എക്സാമൊക്കെ നടത്തുന്നത് UPSC ആണ്. സോ അവർക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 315 പ്രകാരം പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ദ യൂണിയൻ ആൻഡ് ഫോർ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാകും, അതേപോലെ എന്തിനും ഉണ്ടാകും? നമ്മുടെ കേന്ദ്രത്തിനും ഉണ്ടാകും. അതാണ് UPSC. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ PSC ആണ് കേരള PSC. അതേപോലെ ഓരോ സംസ്ഥാനത്തിനും PSC ഉണ്ടാകും. ദെൻ ആർട്ടിക്കിൾ 320 ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 320 ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 316 അപ്പോയിൻമെൻറ്റ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ഓഫ് മെമ്പേഴ്സ്. ഒരു UPSC ഓഫീസ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ടേംസ്, അവരുടെ അപ്പോയിൻമെൻറ്റ് എന്നിവയൊക്കെ പറയുന്നത് 315. അപ്പോൾ ഒന്നുകൂടി പറയാം, ആർട്ടിക്കിൾ 315 ഇന്ത്യയുടെ കേന്ദ്രത്തിന് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാകണം, എല്ലാ സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാകണം എന്ന് പ്രസ്താവിക്കുന്നു. ദെൻ ആർട്ടിക്കിൾ 316 ആ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ നടപടികളെക്കുറിച്ചും അവരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 320 പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ചാണ് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സെറ്റല്ലേ? ദെൻ അടുത്ത വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അപ്പോൾ കമ്മീഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ HSCക്ക് എന്ത് നോക്കണം? കമ്മീഷൻസ് നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പോസിഷൻ ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രസന്റ് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ? നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള കോമ്പോസിഷൻ എന്നാണ്. അഥവാ നമ്മുടെ വിവരാവകാശ കമ്മീഷനിൽ ഏതൊക്കെ മെമ്പേഴ്സാണ് ഉള്ളത് എന്ന രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ശ്രീ YK സിൻഹ, ശ്രീ മിസിസ് വനജ N ശർണ, ശ്രീ നീരജ് കുമാർ ഗുപ്ത, ഇവരാണ് നമ്മുടെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനിൽ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു എക്സാം നടന്നിട്ടുള്ളത് 2023 ആ സമയത്ത് ഇത് കറക്റ്റായിരുന്നു. പക്ഷെ നിലവിൽ ഇങ്ങനെ അല്ല സ്ഥിതി. നിലവിൽ ആരൊക്കെയാണ് നമ്മുടെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 3 പേരുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഒന്ന്
ഹീരാലാൽ സമരിയ. ഒന്നാമത്തെ ആള് ഹീരാലാൽ സമരിയ. രണ്ടാമത്തത് അദ്ദേഹമാണ് നമ്മുടെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ ആണ്. മറ്റ് കമ്മീഷണർമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്രീമതി, അപ്പോൾ ഒരു ലേഡി ഉണ്ട്, ആനന്തി രാമലിംഗം. ആനന്തി രാമലിംഗം. വനിതയായിട്ടുള്ളത് ആനന്തി രാമലിംഗം ആണ്. ദെൻ മറ്റൊരു ഇലക്ഷൻ അല്ല, ഇൻഫോർമേഷൻ കമ്മീഷണറാണ് വിനോദ് കുമാർ. അപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻറ്റിൽ നിലവിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഇതല്ല, ഇതാണ് ശ്രീ ഹീരാലാൽ സമരിയ, ആനന്തി രാമലിംഗം, വിനോദ് കുമാർ. അപ്പോൾ ഇതിൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു കറണ്ട് അഫെയർ ചോദ്യം കൂടിയാണ് കേട്ടോ, കറണ്ട് അഫെയർ ചോദ്യം കൂടിയാണ്. Which of the following statements is or are correct regarding ചാന്നാർ അജിറ്റേഷൻ? ചാന്നാർ അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തതിൽ ചാന്നാർ അജിറ്റേഷൻ ഹെൽഡ് ഇൻ സദേൺ ട്രാവൻകൂറിലാണോ നോർത്തേൺ ട്രാവൻകൂറിലാണോ എന്നറിയുന്ന ആളുകൾക്ക് ഉത്തരം കിട്ടും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ചാന്നാർ അജിറ്റേഷൻ നടന്നിട്ടുള്ളത് സദേൺ ട്രാവൻകൂറിലാണ്. അപ്പോൾ ചോദ്യം എങ്ങനെയൊക്കെ പോയി എന്നൊന്ന് മനസ്സിലാക്കുക. എന്തിലല്ല? നോർത്തേൺ ട്രാവൻകൂറിലല്ല. Then Colonel Munro issued an order allowing Chanar women who converted to Christianity to cover their bodies with jacket. അപ്പോൾ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ചാന്നാർ അജിറ്റേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ കേണൽ മൺറോയ് വന്നിട്ട് പറഞ്ഞു, ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറ്റപ്പെട്ട, പരിവർത്തനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് എന്ത് ധരിക്കാം? മേൽമുണ്ട് ധരിക്കാമെന്ന് കേണൽ മൺറോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് ശരി, അഥവാ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ചാന്നാർ അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടി നോക്കി വെക്കുക. ഇതിനടുത്ത ഈ വർഷം സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ് വൈക്കം സത്യാഗ്രഹം. കാരണം ഇത് നടന്നിട്ടുള്ളത് 1924 സോ നമ്മുടെ 2025 ഇതിൻ്റെ സെഞ്ചുറിയാണ് അല്ലേ, 100ാം വാർഷികം ആചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹം നിർബന്ധമായിട്ട് നോക്കിപ്പോണം. എ ഹൈലൈറ്റ് ഓഫ് ദ സത്യാഗ്രഹ വാസ് ദ സവർണ ജാഥ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. സവർണ ജാഥ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. സവർണ ജാഥ നടത്തണം എന്ന് നിർദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് അല്ലേ. സോ ഇതിൻ്റെ ഭാഗമായിട്ട് സവർണ ജാഥ വാസ് ഓർഗനൈസ്ഡ് ബൈ ദ കാസ്റ്റ് ഹിന്ദുസ് അണ്ടർ മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ സവർണരായിട്ട് കരുതപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് മന്നത്ത് പത്മനാഭനാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അത് ശരിയാണ്, കെ കേളപ്പനല്ല. അപ്പോൾ 1, 2 ശരിയാണ്. 1, 2 മാത്രമാണ് ശരി. 1, 2 ഇതൊന്ന് 3 ആണല്ലേ. 1, 2 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ അല്ലേ. 1924 to 25 വരെയാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും പലപ്പോഴും മാറിപ്പോകാറുണ്ട്. അപ്പോൾ അത് ചേർത്ത് പഠിക്കണേ. ഗുരുവായൂർ സത്യാഗ്രഹ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഗുരുവായൂർ സത്യാഗ്രഹ? KPCC ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിക്കുന്നു. കെ കേളപ്പൻ ബിഗാൻ ആൻ ഇൻഡെഫിനിറ്റ് ഫാസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെമ്പിൾ. അമ്പലത്തിന് മുന്നിൽ ഒരു അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം കെ കേളപ്പൻ നടത്തിയിട്ടുണ്ട്. ശരിയാണ്. മന്നത്ത് പത്മനാഭൻ, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള ഇമ്പോർട്ടൻറ്റ് വോളണ്ടിയേഴ്സ് ഓഫ് ദ സത്യാഗ്രഹ കറക്റ്റാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ് അല്ലേ. അപ്പോൾ മന്നത്ത് പത്മനാഭൻ, AKG, പി കൃഷ്ണപിള്ള എല്ലാം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ദ സത്യാഗ്രഹ വാസ് ഇൻഡഡ് ഓൺ ദ അഡ്വൈസ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിക്കുന്നത്. എല്ലാം ശരിയാണ്, അഥവാ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ. ദെൻ 14ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ? കറക്റ്റ് ഓർഡറിൽ ചോദിക്കുകയാണ് അല്ലേ. 1935 ആ ഒരു കാലയളവിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതിനെ തുടർന്ന് ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നുണ്ട് അല്ലേ. ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? സ്വാതി തിരുനാൾ ഈസ് ഇഷ്യൂഡ് ദ ഫേമസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. സ്വാതി തിരുനാളാണോ നടത്തിയിട്ടുള്ളത്? അല്ല, ചിത്ര തിരുനാളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ 2ാമത്തെ പ്രസ്താവനയാണ് ശരി. ഗാന്ധിജി ഹെയിൽഡ് ഇറ്റ് ആസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്. ആധുനിക കാലത്തിലെ മഹാത്ഭുതം എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ പലതരത്തിൽ ആ ചോദ്യം വന്നിട്ടുണ്ട്. ഗാന്ധിജി ആധുനിക യുഗത്തിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം.
സോ 2, 3 മാത്രം, അഥവാ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വീണ്ടും നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? അഖിലത്തിരുട്ട് ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് വൈകുണ്ഠസ്വാമികൾ. ആദ്യത്തെ നവോത്ഥാന നായകൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയുടെ പബ്ലിക്കേഷനാണ് അഖിലത്തിരുട്ട്. അപ്പോൾ പബ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, പഠിച്ചു വെക്കണം. പബ്ലിക്കേഷൻസ്, നവോത്ഥാന നായകന്മാരുടെ പബ്ലിക്കേഷൻസ് നോക്കി വെക്കണം. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികളാണ്. ദെൻ ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണമാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. അഥവാ 3ഉം കറക്റ്റാണ്. അപ്പം പഠിച്ചു വെക്കുക. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികൾ, ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഏതിലേക്ക് വരികയാണ്? നമ്മുടെ പെഡഗോജിയിലേക്ക്, സൈക്കോളജിയിലേക്കൊക്കെ വരികയാണ്. അത് ഞാൻ മറ്റൊരു ക്ലാസ്സിലേക്ക് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാരത്തോണൊക്കെ ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുന്നിൽ സമയം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു നന്നായിട്ട് വർക്ക് ചെയ്താലേ എനിക്കതിന് സാധിക്കുകയുള്ളൂ. സോ നമുക്ക് നോക്കാം. കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഉൾപ്പെട്ടുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.